ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക് നമുക്ക് കടക്കുകയാണ്. മോസ്കോയിലെ ഭീകരാക്രമണത്തിൽ 62 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞു. യുക്രൈന് ഇതിൽ പങ്കില്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ ഇന്റർനാഷണൽ വാർത്തകളുടെ എക്സ്പെർട്ടായ പി ജെയിംസ് നമുക്കിപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഹായ് 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 4 ഹായിൽ നിന്നോട്ട് കാര്യങ്ങൾ. ഓക്കെ ജെയിംസ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെഎൻ. ഹായ് എസ്കെഎൻ, മോസ്കോയിൽ നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മോസ്കോ സാധാരണ ഭീകരാക്രമണത്തിന് അങ്ങനെ വിധേയമായിട്ടില്ല. ഉക്രൈൻ്റെ ആയുധങ്ങളും മിസൈലുകളൊക്കെ അവിടെ വരാറുണ്ട്. പക്ഷേ ഇതുവരെ ഈ തരത്തിലുള്ളൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ സംഗീത നിശയിൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിരവധി ഭീകരവാദികൾ ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണുമായിട്ട് ഇരച്ചുപാഞ്ഞെത്തി ആൾക്കാരെ കൂട്ടത്തോടെ വെടിവെച്ചിട്ടത്. 62 പേർ ഇതിനകം കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരുപാട് പേര് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അവരെ വട്ടം വളഞ്ഞ് സ്ഫോടനം നടത്തി വെടിവെക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഉക്രൈൻ യുദ്ധമുള്ളത് കൊണ്ട് പലരും തെറ്റിദ്ധരിച്ചത് ഉക്രൈൻ്റെ ആക്രമണമാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് IS അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. IS നേരത്തെയും റഷ്യയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. 2015 ഒരു റഷ്യൻ വിമാനം തകർത്തതിന് പിന്നിൽ തങ്ങളാണെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. 224 യാത്രക്കാർ കൊല്ലപ്പെട്ടിരുന്നു. 2017 റഷ്യയിലെ മോസ്കോയിലെ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഭീകരവാദത്തിൻ്റെ പ്രവർത്തനം റഷ്യയിൽ ഉണ്ട്. ഇപ്പം മോസ്കോയിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വലിയ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങൾ നേരിട്ട് ബാറ്റിൽ ഫീൽഡിൽ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുകയുള്ളൂ, ഈ ഭീകരവാദം ഞങ്ങളുടെ രീതിയല്ല എന്ന് ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ രീതിയിലുള്ള ആശങ്കയും അറിയിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ലോകമെമ്പാടും ജനം ഞെട്ടിയിരിക്കുകയാണ്. പുടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുഖത്തേറ്റൊരു അടി പോലെയാണ്. കാരണം ഭീകരാക്രമണം മോസ്കോയിൽ ഈ സമയത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നമായിരിക്കുന്നു. എസ്കെൻ ജെയിംസെ, മറ്റൊരു കാര്യം, UN രക്ഷാസമിതിയിൽ അമേരിക്ക ഒരു പ്രമേയം കൊണ്ടുവന്നല്ലോ. ഈ അതായത് നമ്മുടെ ഗാസയിലെ വെടിനിർത്തൽ, ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ അവരൊരു പ്രമേയം കൊണ്ടുവന്നത്. അത് ചൈനയും റഷ്യയും വീറ്റോ ചെയ്തു. മാത്രമല്ല അമേരിക്കയുടെ നിലപാട് കാപട്യം നിറഞ്ഞതാണ്. അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇസ്രയേൽ ഇതൊക്കെ കാണിക്കുന്നത് എന്നാണ് അവർക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കാപട്യ ചിന്തയ്ക്കെതിരെ വീറ്റോ ചെയ്തു. മറ്റു വിവരങ്ങൾ എസ്കെൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇത് അമേരിക്കയുടെ കാപട്യം എന്നാണ് ചൈനയും റഷ്യയും ഇതിനെ വിശേഷിപ്പിച്ചത്. പ്രത്യേകിച്ച് എസ്കെൻ ഇങ്ങനെ ഒരു വെടിനിർത്തൽ വേണം എന്ന് മറ്റു രാജ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അമേരിക്ക അവിടെ വീറ്റോ ചെയ്യായിരുന്നു. ഇപ്പോൾ വളരെ വിചിത്രം എന്നോണം അമേരിക്ക ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം കൊണ്ടുവന്നപ്പോൾ ചൈനയും റഷ്യയും വീറ്റോ ചെയ്തിരിക്കുന്നു. അതിന് പറഞ്ഞിരിക്കുന്ന വാദം ഇത് തന്നെയാണ്. അമേരിക്ക ഒരു ഭാഗത്ത് ഇസ്രായേലിന് ആയുധം കൊടുത്ത് ഹമാസ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ലോകശ്രദ്ധ കിട്ടാൻ വേണ്ടി വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു എന്ന ആരോപണമാണ് റഷ്യയും ചൈനയും ഉന്നയിച്ചിരിക്കുന്നത്. അൾജീരിയ കൂടി അവരുടെ കൂടെ നിന്നു, വേറൊരു രാജ്യം വിട്ടുനിൽക്കുകയും ചെയ്തു. പക്ഷേ 15 അംഗ രക്ഷാസമിതിയിൽ 11 പേർ വെടിനിർത്തൽ വേണമെന്ന് അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്തു. പക്ഷേ 2 പേരുടെ വീറ്റോ വന്നതുകൊണ്ട് അത് പാസ്സായില്ല. സ്വാഭാവികമായിട്ട് ഇത് വല്ലാത്ത ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എസ്കെഎൻ, ആന്റണി ബ്ലിങ്കൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേലിലെത്തി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചർച്ച വിജയിച്ചിട്ടില്ല. ആന്റണി ബ്ലിങ്കൻ ആവശ്യപ്പെട്ടത് റഫേൽ ആക്രമണം പാടില്ല, ഗസയിൽ താൽക്കാലിക വെടിനിർത്തൽ വേണം. ജോ ബൈഡന്റെ വളരെ കർശനമായ നിലപാടാണ്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരു തരത്തിലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് റഫ അടക്കം പിടിച്ചടക്കിയിട്ട് ഹമാസിനെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ യുദ്ധം അവസാനിക്കുള്ളൂ. എന്നാലും ബന്ദികളെ വിട്ടയക്കാൻ ഹമാസും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ഇസ്രായേൽ യുദ്ധം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആന്റണി ബ്ലിങ്കൻ നേരത്തെ സൗദിയിലും അതുപോലെ തന്നെ കെയ്റോയിൽ ഇതിലൊക്കെ പങ്കെടുത്തിരുന്നു. അതൊന്നും അവിടുത്തെ മധ്യസ്ഥ ചർച്ചകളൊന്നും വിജയിച്ചിട്ടില്ല. എസ്കെൻ ജെയിംസ്, ഗോപകുമാർ ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. എസ്കെൻ,
ജെയിംസിനോട് ചോദിക്കുക, റഷ്യയിലുണ്ടായ ആക്രമണത്തിൽ മോഡിയെ എങ്ങനെയെങ്കിലും ബന്ധപ്പെടുത്തി കരുതേച്ച് കാണിക്കാൻ പറ്റുമോയെന്ന്. ഇപ്പോഴും അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. ഗോപകുമാറിൻ്റെ ഒരു ആരോപണമാണ്, താങ്കൾ മറുപടി പറയാം. ഓ, തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതിൽ യാതൊരു പങ്കുമില്ല. IS തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വ്യത്യസ്തമായ നിലപാടെടുത്ത് റഷ്യയിൽ നിന്ന് ഈ അടുത്ത കാലം വരെ ഒരുപാട് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം ചൈനയും ഇന്ത്യയുമായി മാറിയിരുന്നു. അപ്പോൾ ഇന്ത്യയും റഷ്യയുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമാണ്, സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലുള്ള ബന്ധമാണ്, അത് തുടർന്നുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതിൽ കഥയില്ല. എനിക്കറിയാം, പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായി. പി ജെയിംസ്, പിന്നെ ഒരു കാര്യം, ഒരു പ്രേക്ഷകൻ പറയുന്നത് തൊട്ടപ്പുറത്തെ മുറിയിലിരിക്കുകയല്ലേ പി ജെയിംസ്? തൊട്ടപ്പുറത്തെ മുറിയിലല്ല, കിലോമീറ്ററുകൾക്ക് അകലെയാണ് പി ജെയിംസ് ഇരിക്കുന്നത് എന്ന കാര്യം പ്രേക്ഷകർ ആലോചിക്കുക. അപ്പോൾ മറ്റൊരു കാര്യം, യുക്രൈനിലെ ഏറ്റവും വലിയ ഡാമിന് നേരെ റഷ്യൻ ആക്രമണം ഉണ്ടായി എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. 5 പേർ മരിച്ചു എന്ന രീതിയിലും വാർത്തകൾ വരുന്നു. ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ് പി ജെയിംസ് പ്രേക്ഷകരുമായി പങ്കിടാനുള്ളത്? ഈ റഷ്യൻ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ സ്ഥാനമേറ്റ ശേഷം ഉക്രൈൻ യുദ്ധത്തിൽ ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കീവിൽ വല്ലാത്ത രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തിയിരുന്നു, ഡ്രോൺ ആക്രമണം നടത്തി. 31 ഡ്രോണുകൾ വെടിവെച്ചിട്ടിരുന്നു ഉക്രൈൻ സേന. പക്ഷേ ഈ മണിക്കൂറുകളിൽ സംഭവിച്ചിരിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കാർക്കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. സഫ്രോഷിയയിലെ ഏറ്റവും വലിയ ഡാം, സഫ്രോഷിയയിലെ നല്ല ഉക്രൈനിലെ ഏറ്റവും വലിയ ഡാമിന് നേരെ പലതവണ ആക്രമണം ഉണ്ടായി, ഡാമിൽ തീപിടുത്തമുണ്ടായി. പക്ഷേ ഡാം തകർന്നിട്ടില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള ആളപായം ഉണ്ടായിട്ടില്ല. പക്ഷേ തകർച്ചയുടെ വക്കിലാണ്, ഏത് സമയവും ഡാം പൊട്ടാമെന്ന അവസ്ഥയുണ്ട്. എന്തായാലും റഷ്യ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഫ്രോഷിയിൽ, ഖാർക്കീവ് ഉക്രൈൻ്റെ 2ാമത്തെ നഗരമാണ്. നേരത്തെ റഷ്യ ഏതാണ്ട് പിടിച്ചടക്കിയതാണ്, തിരിച്ചു പിടിച്ചതാണ് ഉക്രൈൻ. കരയുദ്ധത്തിലും ഉക്രൈൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടം പോലെ അവർ ഏറ്റെടുത്തിരിക്കുന്നു. യുക്രൈൻ ആണെങ്കിൽ വേണ്ടത്ര ആയുധം ലഭിക്കുന്നില്ല, യൂറോപ്പിൽ നിന്നുമില്ല, അമേരിക്കയിൽ നിന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉക്രൈന് തിരിച്ചടികൾ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, അവിടുത്തെ എനർജി സെന്റേഴ്സ്, വൈദ്യുത കേന്ദ്രങ്ങളടക്കം വല്ലാത്ത രീതിയിൽ ബോംബാർഡ്മെന്റ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 10 ലക്ഷം പേർ ഉക്രൈനിൽ ഇരുട്ടിലാണ് എന്ന വാർത്ത കൂടി മണിക്കൂറുകളിൽ വരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ വൈദ്യുതിയില്ല എന്ന് മാത്രമല്ല, സഫ്രോഷ്യ എന്ന ആണവ നിലയത്തിൽ വൈദ്യുതി കട്ടായിരിക്കുന്നു. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ വെച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കൂളിങ്ങിനുള്ള വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ ആണവ നിലയം വല്ലാത്ത അപകടാവസ്ഥയിലേക്ക് പോകും. സഫ്രോഷിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടത്തെ നേരിടുന്നത്. താങ്ക് യു പി ജെയിംസിന്. വിദേശ വാർത്തകളുമായി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.